തമിഴ് മൂവി പറന്തുപോയെക്കുറിച്ചുള്ള അഭിപ്രായമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഈ സിനിമയുടെ ഡയറക്ടർ, റൈറ്റർ, അതേപോലെ പ്രൊഡ്യൂസറൊക്കെ റാമാണ്. അപ്പോൾ റാം എഴുതിയിരിക്കുന്ന ഈ കഥയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളെ അടച്ചിട്ട് വളർത്തരുത്, അവർക്ക് ഫ്രീഡം കൊടുക്കണം, അച്ഛനമ്മമാർ അവരിൽ നിന്ന് അകന്നിരിക്കരുത്, അച്ഛനമ്മമാർ ആ കുട്ടികളുടെ അടുത്ത് എപ്പോഴും അടുപ്പം കാണിക്കണം എന്നുള്ളതാണ്. അതാണ് ഈ കഥയുടെ പ്രധാന മാറ്ററായിട്ട് അവർ കൊണ്ടുവരാൻ ചിന്തിക്കുന്നത്. അതാണ്. പക്ഷേ കൊണ്ടുവന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. കൊണ്ടുവരാൻ ഇവർക്ക് അങ്ങനെ പറ്റിയിട്ടില്ല. ഇവർ നാച്ചുറലായ രീതിയിൽ എന്ന് പറഞ്ഞിട്ട് സിനിമയെ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് തോന്നണമെങ്കിൽ കുറേ വികാരനിർഭരമായ നിമിഷങ്ങൾ വേണം, അല്ലെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ ഒരു ത്രില്ലിങ് വേണം, അല്ലെങ്കിൽ ഒരു അപകടമൊക്കെ സംഭവിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഇത് കാരണമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഗുണപാഠം എന്ന രീതിയിൽ പോകണം. ഇവരിത് നാച്ചുറലായിട്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമ എന്നുള്ള ലെവലിൽ അങ്ങനെ കൊണ്ടുപോയിട്ട് ഇവർ ഉദ്ദേശിച്ച കാര്യത്തെ നമുക്ക് ചിന്തിപ്പിക്കാൻ തോന്നിപ്പിക്കാതെ പകരം വേറെ പല കാര്യങ്ങളാണ് തോന്നുന്നത്. ഭൂലോക ബോറടിപ്പിക്കലാണ് ഇവർ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിലെ പയ്യൻ മിഥുൽ റയാൻ എന്നൊരു പയ്യൻ, ഒരു 8-9 വയസ്സുള്ള പയ്യൻ, ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട ഇവന് അങ്ങനെ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്ന കാര്യമൊക്കെ ഓക്കെയാണ്. അതിന് നീ ഇങ്ങനെയാണോ? ഈ പയ്യൻ ഇവൻ്റെ അച്ഛനെ വെള്ളം കുടിപ്പിക്കുകയാണ്, മരത്തിൻ്റെ മേലെ കൊണ്ടുപോയി ഇരുത്തുകയാണ്, അച്ഛനെ കൊണ്ട് ചെയ്യിപ്പിക്കാത്തതൊന്നുമില്ല, മലേൻ്റെ മേലെയൊക്കെ കയറ്റി എന്തൊക്കെയോ പയ്യൻ ചെയ്യുന്നുണ്ട്. സാധാരണ ഒരു അച്ഛൻ്റെ ഒരു മോനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ ചുറ്റിലുള്ള ആരെങ്കിലും വീട്ടിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവൻ്റെ അച്ഛൻ ഒരു ഡസൻ ചൂരൽ വാങ്ങിയിട്ടുണ്ടാവും. അത് കൂടുതലൊന്നും ഉപയോഗിക്കില്ല. ആദ്യത്തെ ഒറ്റ തവണ ഉപയോഗിക്കുമ്പോഴേ പയ്യൻ പിന്നെ ഇങ്ങനെ ചെയ്യില്ല. അതുപോലത്തെ കാര്യങ്ങളാണ് ഈ ചെക്കൻ വികൃതിയാണ്, വിക്രസാണ് പറഞ്ഞിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് പറ്റിയൊരു കഥാപാത്രം വേണ്ടേ അച്ഛനായിട്ട്? പറ്റിയ കഥാപാത്രം തമിഴിൽ ഇയാൾ മാത്രമേ ഉള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ. ഈ ഡയറക്ടർ തിരഞ്ഞെടുത്തിരിക്കുന്ന നായകനൊക്കെ കറക്റ്റാണ്. ശിവയാണ് ഇതിലെ ആക്ടർ. കക്ഷിക്കേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിന് മുമ്പ് അദ്ദേഹം ചെയ്ത സിനിമകളൊക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കക്ഷിക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ മലയാളി താരം ഗ്രേസ് ആൻ്റണി ഹീറോയിനായിട്ട് ഈ സിനിമയിലുണ്ട്. ഗ്രേസ് ആൻ്റണി എങ്ങനെയാണോ മലയാളത്തിൽ കോമഡി പീസ് പോലെ വരിക അതുപോലെ തന്നെ. പക്ഷെ അവർ നല്ലൊരു ആക്ടറാണ് കേട്ടോ. അവർ കൊടുത്ത വേഷം വളരെ കോമഡി പോലെ ആണെങ്കിലും നന്നായിട്ട് ചെയ്യുന്ന ആക്ടറാണ്. അത് ഈ സിനിമയിൽ അവർ ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ വളരെ സീരിയസ് ആയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ അവസാനമാകുമ്പോഴേക്കും കോമഡി പീസായിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ സിനിമ പോകുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും രസകരമായ ഒരു സംഭവമുണ്ട്. അതെന്താണെന്ന് ഞാൻ അവസാനം പറയാം. ഏറ്റവും രസകരമാണത്. അതാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ് തന്നെ. എന്താ ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇതിൽ ഈ ചെറിയ പയ്യന് ഒരു ലവർ ഉണ്ട്. ഏത് 7, 8, 9, 10 വയസ്സുള്ള ഈ പയ്യന് ഒരു ലവർ. അത് അവൻ അച്ഛനോട് പറഞ്ഞിട്ട് ആ ലവറെ കാണിക്കാൻ വേണ്ടി പറഞ്ഞ്, ഈ അച്ഛനും ഇവന് പറ്റിയ അച്ഛനാണല്ലോ ഇവനും, അതുകൊണ്ട് തന്നെ ഈ അച്ഛൻ ഈ പയ്യനെ ആ ലവറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ അച്ഛന് പണ്ട് ചെറുപ്പത്തിലൊരു ലവർ ഉണ്ടായിരുന്നു. അത് ഈ സിനിമയിൽ കാണിക്കുകയാണ്. അപ്പോൾ ആ ലവറായി വരുന്നത് അഞ്ജലിയാണ് കേട്ടോ, നടി. അപ്പോൾ അവരുടെ ഭർത്താവായിട്ട് നമ്മുടെ അജു വർഗീസും ഉണ്ട്. അജു വർഗീസ് മലയാളത്തിലേ കൊടുക്കുന്ന വേഷം മര്യാദയ്ക്ക് അങ്ങനെ 8-10 ചെയ്തു പോകുന്ന ഒരു നടനാണ്. കാര്യമായ വലിയ സംഭവങ്ങളൊന്നും ചെയ്യില്ല. അതിനേക്കാൾ കാര്യമായ വലിയ സംഭവങ്ങളൊന്നും ചെയ്യാതെ ഈ സിനിമയിൽ അദ്ദേഹം ഉണ്ട് എന്ന് പറയാനേ പറ്റുള്ളൂ. വെറുതെ ഒരു ഡെമ്മി പീസായിട്ട് അദ്ദേഹം ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഈ ലവറിനെ ഈ അച്ഛൻ കാണുമ്പോൾ ആ ലവറോടൊക്കെ സംസാരിക്കുമ്പോൾ പിന്നെ അജു വർഗീസ് വരികയാണ്. ഇതാണ് ഭർത്താവ് പറയുന്നു. അപ്പോൾ ഭർത്താവും ഈ മറ്റേ ഇതിലെ ആക്ടർ ശിവയും കൂടി വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ചെറുപ്പത്തിൽ ഈ പ്രണയിനി, ഇദ്ദേഹത്തിൻ്റെ അജു വർഗീസിൻ്റെ ഭാര്യയായ ഇദ്ദേഹത്തിൻ്റെ പ്രണയിനിയായ അഞ്ജലി ചോദിച്ച ഒരു സംഭവം, ഈ ചെറുപ്പത്തിൽ പ്രണയിനിയായിരിക്കുന്ന സമയത്ത് അഞ്ജലി ചോദിച്ച ഒരു സാധനം ഇയാൾ വാങ്ങിക്കൊടുക്കാതെ മുങ്ങിയ അവസ്ഥയാണ്. അപ്പോൾ അത് ഇപ്പം അയാൾ അജു വർഗീസിൻ്റെ ഒപ്പം പോകുമ്പോൾ അത് കാണുമ്പോൾ അത് കൊണ്ടുപോവാണ്. അതെന്താണെന്നൊക്കെ സിനിമ കണ്ട് മനസ്സിലാക്കാം. അത് കൊണ്ടുപോയിട്ട് അഞ്ജലിക്ക് കൊടുക്കുമ്പോൾ, ഞാൻ ഇവനോട് ചെറുപ്പത്തിൽ ചോദിച്ചതാണ്, അത് ഇപ്പോഴാണ് തരുന്നതെന്ന് അവൾ ഭർത്താവിനോട് പറയുക. അത്ര ലോകത്ത് എവിടെ അങ്ങനെ പറയില്ലല്ലോ, പ്രണയിച്ച ആൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുകയാണ്.
അപ്പോൾ അതിൽ ഈ അഞ്ജലി അവിടുന്ന് പോയപ്പോൾ അജു വർഗീസിൻ്റെ അടുത്ത് ഇവൻ പറയാ സോറി കേട്ടോ എന്ന് പറയുകയാണ് നമ്മുടെ നായകൻ. അപ്പോൾ അജു വർഗീസ് പറയുന്ന ഡയലോഗ്, അജു വർഗീസ് പറയാണ് ദർ ഈസ് നോ മിസ്റ്റേക്ക്, ഈ സിൻസിയർ ലവ് ആൾവേസ് ഓക്കെ എന്ന്. വേറെ ഏതെങ്കിലും ഒരു ഭർത്താവാണെങ്കിൽ എപ്പോൾ ആ കാമുകനെ കണ്ടം വഴി ഓടിച്ചു എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പിറ്റേ ദിവസം മനോരമയിലോ മാതൃഭൂമിയിലോ ആ കാമുകൻ ചരമകോളത്തിൽ ഉണ്ടാവും. ഇത് ഇവിടെ ഒക്കെ നാച്ചുറലാണത്രേ. അതാണ് ഡയറക്ടർ ഉദ്ദേശിച്ചിരിക്കുന്നത്, നാച്ചുറലായിട്ട് ചെയ്യുകയാണത്രേ. എന്നിട്ട് ഇവർ രണ്ടുപേരും അവിടെ സംസാരിച്ച് ഇരിക്കുകയാണ്, അഞ്ജലിയും ശിവയും. അപ്പോൾ അജു വർഗീസ് ടാറ്റ പറഞ്ഞിട്ട് നിങ്ങളവിടെ സംസാരിച്ചിരിക്കുകയും ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന്. അപ്പോൾ ഇതൊക്കെ നാച്ചുറലാണെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിൽ കാണിക്കുകയാണ്. അതിനിടയ്ക്ക് വിജയ് യേശുദാസ് ഈ സിനിമയിൽ വരുന്നുണ്ട് ഇടയിൽ കൂടെ. എന്നിട്ട് വിജയ് യേശുദാസും ശിവ ക്യാരക്ടറും ചേർന്നിട്ട് ഒരു ഡപ്പാങ്കുത്ത് എന്നും പറയാൻ പറ്റില്ല, ബ്രേക്ക് എന്നും പറയാൻ പറ്റില്ല, എന്തൊക്കെയോ ഒരു ഡാൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഡാൻസൊക്കെ കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ചിരിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അങ്ങനെ എന്നിട്ട് അവർക്കേ ചിരി വരുന്നുണ്ട്. ശിവ തന്നെ പറയുകയാണ് ഞാൻ വളരെ ബോറായിട്ട്. അങ്ങനെ വിജയ് യേശുദാസിൻ്റെ കാര്യം അവിടെ തീർന്നു. അതേസമയം ഈ മിഥുൽ റയാൻ എന്ന് പറഞ്ഞ ഈ പയ്യനുണ്ടല്ലോ, അവനെ പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ചെക്കൻ നന്നായിട്ട് പൊളിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അവൻ്റെ കഥാപാത്രം മോശമാണെങ്കിലും ഈ പയ്യനോട് എന്താണോ ഡയറക്ടർ റാം പറഞ്ഞത് അവൻ നന്നായി ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു 8-9 വയസ്സുള്ള പയ്യൻ എങ്ങനെയൊക്കെ അച്ഛനോട് സംസാരിക്കും. അവൻ ഈ വല്ലാതെ സംഭവങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും ആദ്യത്തെ സംഭവത്തിന് തന്നെ വേറൊരു അച്ഛനാണെങ്കിൽ തല്ലി ശരിയാക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ ഈ പയ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ റിയലായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഒരു സമയത്ത് ഈ പയ്യൻ കരയുകയാണ്. കരയുമ്പോൾ ഞാൻ ശരിക്കും നോക്കുമ്പോണ്ട് ശരിക്കൊരു 9-10 വയസ്സുള്ള പയ്യൻ വല്ലാതെ കരയില്ല, അതേപോലെ അവൻ കരയുന്നു. നല്ലൊരു ആക്ടറാണ് ഈ പയ്യൻ, നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ആ കാര്യം എനിക്ക് സമ്മതിക്കാതിരിക്കാൻ വയ്യ. അതേപോലെ തന്നെ ശിവ കഥാപാത്രവും അയാളോട് എന്താണോ പറഞ്ഞത് അത് ചെയ്തിരിക്കുന്നു. ഗ്രേസ് ആൻ്റണി എന്താണോ, ഇവർ കഥാപാത്രങ്ങളൊക്കെ അവർക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടെങ്കിലും സിനിമയുടെ കഥയുടെ ഒരു അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ എന്തോ ഒരു കഥയായിട്ട് അങ്ങനെ പോവുകയാണ്. ഇതിൽ ഞാൻ അവസാനം പറയാമെന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, അത് ഞാൻ പറയാം. എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ചെക്കൻ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ അതിനെ സംബന്ധിച്ച പാട്ടുകൾ വരികയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ബാക്ക്ഗ്രൗണ്ടിൽ ആരോ പാടുന്നു, ആ പാട്ടിൻ്റെ സൗണ്ട് കേൾക്കുന്നു, അതിന് മ്യൂസിക്കൊക്കെ ഉണ്ട്, പാട്ട് നടക്കുന്നു. അപ്പോൾ ഈ ചെക്കൻ്റെ ചെരുപ്പ് കാണാതെ പോയി. അപ്പോൾ അത് ഇവൻ്റെ അച്ഛനോട് അച്ഛൻ ഇങ്ങനെ കാണുമ്പോൾ നിൻ്റെ ചെരുപ്പ് കാണാനല്ല എവിടെ, അവ കാണാനല്ല പറയുന്നു. അപ്പോൾ ആ ചെരുപ്പിന് ഈ അച്ഛൻ പറയുന്ന വില 4000 രൂപയാണ് അത്രേ. 4000 രൂപയുടെ ചെരുപ്പ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത് എങ്ങനത്തെ ചെരുപ്പായിരിക്കും എന്ന് എനിക്കും ആകാംക്ഷ. ആ ചെരുപ്പ് കിട്ടണം, കിട്ടുമ്പോൾ കാണിക്കണം. അപ്പോൾ 4000 രൂപയുടെ ചെരുപ്പല്ലേ എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ അവസാനം അതിൽ ഒരു ചെരുപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ചെരുപ്പ് എവിടെയെന്ന് നോക്കുമ്പോൾ ആ ചെരുപ്പ് അവൻ ഇങ്ങനെ അച്ഛൻ താഴേക്ക് ഇട്ട് കാണിക്കുമ്പോൾ ചെരുപ്പ് എന്താ, ഈ കടകാലിയാക്കലിന് വേണ്ടിയിട്ട് അതേപോലെ പ്ലാറ്റ്ഫോമിലൊക്കെ ഫുട്പാത്തിലൊക്കെ വെച്ചിരിക്കുന്ന മോഡലിലുള്ള ഈ ലൈറ്റ് വെയിറ്റ് ആയിട്ട് കറുത്ത കളറിലുള്ള ഒരു ചെരുപ്പില്ലേ, ഒരു 150-175 രൂപയ്ക്ക് കിട്ടുന്ന ചെരുപ്പ്, അതാണ് ഇങ്ങനെ ഇടുന്നത്. അതിന് 4000 രൂപയാത്രേ. ആരെയായി ഇവർ പൊട്ടന്മാരാക്കുന്നത്? അതിലെങ്കിലും ഒരു യാഥാർത്ഥ്യം കാണിച്ചുകൂടെ? ആ ചെരുപ്പെങ്കിലും ഭയങ്കര വിലയുള്ളതായി കാണിച്ചുകൂടെ? ഓരോ ഒരു 5 പൈസയ്ക്ക് ഇല്ലാത്ത ചെരുപ്പിന് 4000 രൂപയാണെന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകരെ എങ്ങനെ പറ്റിക്കാനാവും? കാണുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൽ പോലും ഒരു യാഥാർത്ഥ്യമില്ല. ഇതെന്താ രസം എന്ന് വെച്ചാൽ ഈ ചെരുപ്പ് കാണാതായപ്പോൾ ഈ ചെക്കൻ്റെ ചെരുപ്പ് എവിടെയെന്ന് അന്വേഷിക്കുമ്പോൾ അത് മലയുടെ മേലെയാണ്. ഈ ചെക്കൻ എവിടെയും മിസ്സാക്കിയത്. അപ്പോൾ അപ്പോഴേക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വരികയാണ്, അൻപോട ചെരുപ്പ് കാണോ, ചെരുപ്പ് മലയ്ക്ക് മേലെ കിടച്ചത് ഒത്ത ചെരുപ്പ് മത്ത ചെരുപ്പ് ഇല്ലേ. ഇതൊക്കെ ഒരു പാട്ടാ? അതേപോലെ ഈ ചെക്കൻ പല്ല് വെച്ചിട്ടില്ല, അപ്പോഴേക്കും അൻപ് പല്ല് വിളക്കില്ലേ, വിളക്കാമിരുന്നാ ശരിയാകാത് എന്ന് പറഞ്ഞിട്ട് വേറൊരു പാട്ട്. അങ്ങനെ ഇവർ പാടി 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 ഇടവേള വരെ ഒരുത്തൻ തൊണ്ട വേദനിച്ച് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇടവേള എത്തുമ്പോൾ ഒരു നല്ലൊരു ഇൻ്റർവെൽ ബ്ലോക്ക് ഉണ്ടാവുമെന്ന് കരുതി. അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഒരു ത്രില്ലിങ്ങും ഇല്ല, ഒരു മണ്ണാങ്കട്ടി ഇല്ലാതെ പോണ സിനിമയ്ക്ക് വെറുതെ ഇടവേള എന്ന് എഴുതി കാണിച്ചു, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഈ ചങ്ങാതി ഇനി വരില്ലായിരിക്കും, കാരണം അവൻ്റെ വായി വേദനിച്ച് മതിയായിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് ഇടവേള കഴിഞ്ഞ് കയറിയിരുന്നു. അപ്പം ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ വന്നില്ല പാട്ട് പാടാൻ.
അപ്പോൾ ഇനി ഇവൻ വെറുപ്പിക്കില്ലല്ലോ, അല്ലെങ്കിലേ വെറുപ്പാണ് നടക്കണമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. ദേ പെട്ടെന്ന് വീണ്ടും അതാ പാട്ട് കേൾക്കണ ഒരു ലേഡി. ഇവൻ പാടി പാടി വായ വേദനിച്ചിട്ട് ഇവൻ മൈക്ക് അപ്പുറത്തുള്ള ലേഡിക്ക് കൊടുത്തിട്ട് അവൾ പാടാൻ തുടങ്ങി. അപ്പം പിന്നെ ഈ ചെക്കൻ മലയ്ക്ക് മേലെ കയറി. അപ്പോഴേക്കും പാട്ട് വന്നു, അൻപ് മലയ്ക്ക് മേലെ ഇറങ്ങ തെരിയാതെ കീഴെ മമ്മി ഡാഡി കീഴെ 2 പേരും ഡെമ്മി. ഈ കാണാനിരിക്കുന്നവരാണോ ഡെമ്മി, അല്ല ഈ പാടുന്നവരാണോ? എന്നിട്ട് ഇവൾ കുറേ നേരം പാടിയിട്ട് ഇവൾക്ക് തൊണ്ടവേദനിക്കാൻ തുടങ്ങി. വീണ്ടും അവനെ തന്നെ ഏൽപ്പിച്ചിട്ട് അവൻ പാടിക്കൊണ്ടിരിക്കുക. ഏറ്റവും വെറുപ്പിക്കൽ, അല്ലേലേ സിനിമ അങ്ങനെ ഒരു ത്രില്ലിംഗ് ഇല്ലാതെ ഒരു ഇതൊന്നും ഇല്ലാതെ ഒരു നാച്ചുറൽ ലെവലിൽ ഇങ്ങനെ പോവാണ്. അതിൽ ഇവർ പാടി പാടി കൊല്ലണോ? എന്ത് പാട്ടാ ഇത്? എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടുകളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തന്നെ തിയേറ്ററിൽ ഇരിക്കുന്നവർക്ക് തോന്നുന്നത് ഈ സിനിമയുടെ പേര് പറന്നു പോന്നാണ്. ഒരു ചിറക് കിട്ടിയ തിയേറ്ററിൽ നിന്ന് പറന്ന് പോയേക്കാന്ന് തോന്നുക.